അതിനൊരു കാരണം കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്, ഒരു പ്രാദേശിക കക്ഷിയല്ല. ഇവിടെ ദേശീയ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് കോൺഗ്രസിൽ തെരഞ്ഞെടുത്തത്. ഇനിയുള്ള കാലം കോൺഗ്രസിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി എൻ്റെ സമയവും അതുപോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കും. 8-9 മാസക്കാലമായിട്ട് ഒരു ദിവസം കൊണ്ട് എടുത്ത തീരുമാനമല്ല, പല നാളുകളായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഇന്നലെ വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 10-30 വർഷത്തിലധികമായി പൊതുരംഗത്ത് നിന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അന്ന് BJP-യിൽ നിന്ന് രാജിവെക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു ഫ്ലാറ്റും ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനാധിപത്യ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന്. ഒരുപാട് ആലോചനകൾക്കും ശേഷമാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. അതിനൊരു കാരണം കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്, ഒരു പ്രാദേശിക കക്ഷിയല്ല. ഇവിടെ ദേശീയ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് കോൺഗ്രസിൽ തെരഞ്ഞെടുത്തത്. ഇനിയുള്ള കാലം കോൺഗ്രസിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി എൻ്റെ സമയവും അതുപോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കും. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ CPM-മായി ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്ന് കേട്ടിരുന്നു. അങ്ങനെ ഒരു തീരുമാനം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കാരണം എന്താ? CPM-ആയിട്ട് ചർച്ചകൾ നടത്തിയെന്ന് പല കക്ഷികളും സംസാരിച്ചിരുന്നു. അതിലൊരു കക്ഷിയാണ് അത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. ഒരു ദേശീയ പാർട്ടിയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ബദലായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടി എന്ന നിലയിൽ അത് കോൺഗ്രസിനെയാണ് കാണുന്നത്. CPM-ഓ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കക്ഷിയോ പാർട്ടിയോ BJP-ക്ക് ബദലായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ചേർന്നത്. അത്ര വലിയ അവഗണന അതിന്റെ പശ്ചാത്തലത്തിലാണോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം? തീർച്ചയായിട്ടും. എന്നെ മാറ്റി നിർത്തിയിട്ട് 9 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാർട്ടി വിടുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. എന്നോടൊരു സാമാന്യ മര്യാദയോ നീതിയോ കാണിക്കാത്തതുകൊണ്ടാണ്. നിലവിൽ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ആള്, അയാളുടെ പ്രവർത്തനം കൂടിയാണ് ഞാൻ പുറത്തു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും. കൂടെ ഞാൻ ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്രക്കാരോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൂടെ നിൽക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ആ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് ഞാനും സന്ദീപും അടക്കമുള്ള ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയത്. സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സംസ്ഥാന അധ്യക്ഷന് വേണ്ടിയിട്ടാണ് ഈ ജില്ലയിൽ സംസ്ഥാന പ്രസിഡന്റിന് ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും. നിങ്ങൾക്കറിയാം, മുൻപ് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. വയനാട്ടിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. മുൻനിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല. മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ കുറച്ചു കാലമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്ര ഹിന്ദുത്വത്തിനെതിരായിട്ട് കോൺഗ്രസ് ആണ് ഇപ്പോൾ ഒരു മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിദ്വേഷത്തിന്റെ കടയിൽ നിന്ന് ഇറങ്ങി സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നു എന്നാണ് നിലപാട്. അങ്ങനെ നിലപാട് മാറ്റിയിട്ടാണ് വരുന്നത്. അല്ല, അങ്ങനെയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് സ്നേഹത്തിന്റെ കടയാണോ വിദ്വേഷത്തിന്റെ കടയാണോ എന്നുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. അനുഭവം ഉണ്ടാവണം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കോൺഗ്രസ് നല്ലതാണ്, മിടുക്കനാണെന്നൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇന്നലെ വരെ ഞാൻ പറഞ്ഞതും സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. നമുക്ക് അനുഭവം ഉണ്ടാവണം. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. ഇപ്പൊ സന്ദീപ് വാര്യർ BJP വിട്ടപ്പോൾ പറഞ്ഞത്, പ്രവർത്തിക്കാൻ അവിടെ നിന്നു പോകാൻ കഴിയാത്തത്ര വർഗീയത BJP പ്രചരിക്കുന്നുണ്ട്, പുറത്തേക്ക് വന്നപ്പോഴാണ് ഒരു സമാധാനമായത് എന്നാണ്. അങ്ങനെ ആ രീതിയിലൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതോ അല്ല, അതൊക്കെ നമ്മൾ അനുഭവിച്ചില്ലേ പറയുള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ടുള്ള അനുഭവം മാത്രമല്ല എനിക്കുള്ളൂ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഒരു കാര്യം എനിക്കില്ലല്ലോ. അത്ര അനുഭവങ്ങളുടെ ബോധ്യത്തിലും വന്നിട്ടുണ്ട്. അനുഭവങ്ങളില്ലല്ലോ.
ഇനി പുതിയതായിട്ട് അനുഭവങ്ങൾ ഉണ്ടാവണം. ഇതിനകത്ത് നേരത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ മത്സരിക്കല്ല, അതിനു മുമ്പുള്ള ഘട്ടത്തിൽ ഒരു കോഴ ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ നടക്കുന്ന കാലത്ത് താങ്കൾ ഇതിന്റെ സംഘടനാ രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. അത്തരം ആക്ഷേപങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? എന്താണ് അതിന്? അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള കേരളത്തിലെ ഭരണ പ്രതിപക്ഷ ബെഞ്ചിൽ ഭരണവും BJP-യും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു കൂട്ടുകെട്ടുണ്ട്, ഒരു അവിശുദ്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് ഒരു ബാലൻസിങ് ആവശ്യമായിട്ടുണ്ട്. സുരേന്ദ്രൻ പക്ഷത്ത് നിന്ന് മാറുകയാണ് അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം വന്നപ്പോൾ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് MT രമേശ് വന്നിരുന്നു എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ അടിസ്ഥാനം BJP-യിൽ ഇപ്പോഴും സജീവമായിട്ടുണ്ടോ? പ്രവർത്തനം അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും ഗ്രൂപ്പിന്റെ അടിസ്ഥാനം ഉണ്ടല്ലോ. അതിലിപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവാണ്. രണ്ടു കൂട്ടരും കൂടി തീരുമാനിച്ചിട്ടുണ്ടോ ആരാണ് പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ടോ? ഒന്നിച്ച് ചേർന്നിട്ടൊരു പ്രസിഡന്റ് ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓഫർ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒരു തരത്തിലുള്ള ഓഫറുകൾ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധത അറിയിച്ചു, അവർ സ്വീകരിച്ചു.